Check the correctness of an equation using dimensional analysis. Dimensional analysisലൂടെ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഇവിടെ കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. 7 പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. ആദ്യം v = ka² ut, അടുത്തത് p = fv + av³ ρ, മൂന്നാമത്തേത് t = 2π√L/g, നാലാമത്തേത് v = √p/ρ, അഞ്ചാമത്തേത് ½ mv² = mgh, 6 p + a/v² × v - b = rt, ഏഴാമത്തേത് x = a + bt + et². ആദ്യത്തെ പ്രോബ്ലം നോക്കാം. v = ka² ut, where a is the area of cross section of the pipe, u is the speed of flow, t is the time, v is the volume of water flowing through the pipe, and k is a dimensionless constant. State whether the equation is correct or not. ഇവിടെ ഇക്വേഷനിൽ ഓരോ ടേമുകളും എന്താണെന്ന് നോക്കാം. v എന്നത് വോള്യം ആണ്, k എന്നത് ഡയമെൻഷൻ ഇല്ലാത്ത ഒരു കോൺസ്റ്റന്റ് ആണ്, a എന്നത് ഏരിയ ആണ്, u സ്പീഡ് ആണ്, t ടൈം. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആദ്യം വോള്യത്തിൻ്റെ ഡയമെൻഷൻ നോക്കാം. വോള്യം എന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ്. അതുകൊണ്ട് LHSൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വോള്യം ഈക്വൽ ടു ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ L ഇൻറ്റു ബ്രെഡ്ത്തിൻ്റെ ഡയമെൻഷൻ L ഇൻറ്റു തിക്നെസ്സിൻ്റെ ഡയമെൻഷൻ L. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് ഇത് മൂന്നും ലെങ്ത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് വോള്യത്തിൻ്റെ ഡയമെൻഷൻ L ഇൻറ്റു L ഇൻറ്റു L ആയത്, ഈക്വൽ ടു L³. അതുപോലെ ഏരിയ എന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ലെങ്ത്ത് ഈക്വൽ ടു L². സ്പീഡ് എന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് സ്പീഡ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് u ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്നത് ലെങ്ത് ആണ്. ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ L ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷൻ t, L/t ഈക്വൽ ടു LT⁻⁻1. t ന്യൂമറേറ്ററിലേക്ക് വരുന്നതുകൊണ്ട് പവർ -1. സ്പീഡിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു LT⁻⁻1. ടൈമിൻ്റെ ഡയമെൻഷൻ T. നമ്മുടെ ഇക്വേഷൻ v = ka² ut ആയിരുന്നു. ഇതിൽ LHS വോള്യമാണ്, വോള്യത്തിൻ്റെ ഡയമെൻഷൻ L³. RHSൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കാം. ഡയമെൻഷൻ ഓഫ് RHS ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ka² ut. ഇതിൽ ഓരോന്നിൻ്റെയും ഡയമെൻഷൻ എഴുതാം. കെക്ക് ഡയമെൻഷൻ ഇല്ല, k ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കെക്ക് ഡയമെൻഷൻ ഇല്ല. അടുത്ത ടേം a². a²ൻ്റെ ഡയമെൻഷൻ a² എന്നത് ലെങ്ത് സ്ക്വയർ ആണ്, L². a² ആയതുകൊണ്ട് L²². അടുത്തത് u. യുവിൻ്റെ ഡയമെൻഷൻ LT⁻⁻1. അടുത്തത് ടൈം T. ഈ വിലകൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡയമെൻഷൻ ഓഫ് RHS ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ka² ut ഈക്വൽ ടു കെക്ക് ഡയമെൻഷൻ ഇല്ല, a² പകരം L²² ഇൻറ്റു യുവിന് പകരം LT⁻⁻1, ടൈമിന് പകരം T. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു. L²² L⁴ ആകും ഇൻറ്റു LT⁻⁻1 ഇൻറ്റു t. L⁴ ഇൻറ്റു L എന്നത് L⁵ ആകും. T⁻⁻1 ഇൻറ്റു T⁻1, T⁻⁻1 + 1, -1 + 1 0, അതുകൊണ്ട് T⁻0. RHSൻ്റെ ഡയമെൻഷൻ L⁵. നേരത്തെ LHSൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടിയിരുന്നു L³. ഇവിടെ RHSൻ്റെ ഡയമെൻഷൻ കിട്ടിയത് L⁵ ആണ്. ഇത് രണ്ടും തുല്യമല്ല. LHSൻ്റെ ഡയമെൻഷനും RHSൻ്റെ ഡയമെൻഷനും വ്യത്യസ്തം ആയതുകൊണ്ട് ഈ ഇക്വേഷൻ ഡയമെൻഷനലി റോങ് ഇക്വേഷൻ ആണ്. അടുത്ത രണ്ടാമത്തെ പ്രോബ്ലം p = fv + av³ ρ. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ p എന്നത് പവർ, f ഫോഴ്സ്, v വെലോസിറ്റി, a ആക്സലറേഷൻ, റോ ഡെൻസിറ്റിയാണ്. പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് എന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്.
ആക്സലറേഷൻ എന്നത് വെലോസിറ്റി ബൈ ടൈമാണ്. വെലോസിറ്റി എന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നത് ലെങ്ത് ആണ്. ലെങ്ത് ബൈ ടൈം L/T ഈക്വൽ ടു LT⁻⁻1. അടുത്തത് ആക്സലറേഷൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കാം. ആക്സലറേഷൻ എന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. അതുകൊണ്ട് ആക്സലറേഷൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടൈം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1 ഡിവൈഡഡ് ബൈ ടൈം T. T ന്യൂമറേറ്ററിലേക്ക് എടുക്കുന്നു, T⁻⁻1 ആകും LT⁻². ഇപ്പോൾ ആക്സലറേഷൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടി LT⁻². ആക്സലറേഷൻ കിട്ടിയാൽ അതിൽ നിന്നും ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു മാസിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു ആക്സലറേഷൻ്റെ ഡയമെൻഷൻ. അതുകൊണ്ട് M ഇൻറ്റു LT⁻² ഈക്വൽ ടു MLT⁻². ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും നമുക്കറിയാം, അതുകൊണ്ട് വർക്ക് കണ്ടുപിടിക്കാം. ഫോഴ്സിൻ്റെ ഡയമെൻഷനും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷനും ഇപ്പോൾ കണ്ടെത്തി. അതിൽ നിന്നും വർക്കിൻ്റെ ഡയമെൻഷൻ കണ്ടെത്താം. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിന് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഡയമെൻഷൻ MLT⁻² ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്നത് ലെങ്ത് ആണ്, അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ L ഈക്വൽ ടു ഇവിടെയും ഒരു L ഉണ്ട് ഇൻറ്റു L². ML²T⁻². വർക്കിൻ്റെ ഡയമെൻഷൻ കിട്ടി ML²T⁻². അടുത്തത് വർക്കിൽ നിന്നും പവറിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പവർ ഈക്വൽ ടു വർക്കിന് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ML²T⁻² ഡിവൈഡഡ് ബൈ ടൈം. ഈ T ന്യൂമറേറ്ററിലേക്ക് പോകുന്നു, T⁻⁻1 ML²T⁻² ഇൻറ്റു T⁻⁻1 ഈക്വൽ ടു T⁻² ഇൻറ്റു T⁻⁻1 ഈക്വൽ ടു T⁻⁻3. പവറിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു ML²T⁻⁻3. അടുത്ത ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ നോക്കാം. ഡെൻസിറ്റി ρ ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസിൻ്റെ ഡയമെൻഷൻ M ഡിവൈഡഡ് ബൈ വോളിയത്തിൻ്റെ ഡയമെൻഷൻ L³. L³ ന്യൂമറേറ്ററിലേക്ക് എടുക്കുന്നു, ML⁻⁻3. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ഈക്വൽ ടു ML⁻⁻3. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇതിലെ ഓരോ ടേമുകളുടെയും ഡയമെൻഷൻ കണ്ടെത്തി അതിന് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. LHSൻ്റെ ഡയമെൻഷൻ, LHS എന്നത് പവറാണ്. നമ്മൾ കണ്ടെത്തിയ പവറിൻ്റെ ഡയമെൻഷൻ ML²T⁻⁻3. അടുത്തത് RHS. RHSൽ ആദ്യത്തെ ടേം FV ആണ്. FVയുടെ ഡയമെൻഷൻ ആദ്യം ഫോഴ്സിൻ്റെ ഡയമെൻഷൻ കൊടുക്കാം. F എന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നേരത്തെ നമ്മൾ കണ്ടെത്തി ML⁻² ഇൻറ്റു V എന്നത് വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു, M ഇൻറ്റു L ഇൻറ്റു L ഇൻറ്റു T⁻² ഇൻറ്റു T⁻⁻1. L ഇൻറ്റു L L², T⁻² ഇൻറ്റു T⁻⁻1 T⁻⁻3 ML²T⁻�3. ഇപ്പോൾ FV എന്ന ടേമിൻ്റെ ഡയമെൻഷൻ കിട്ടി, ML²T⁻⁻3. അടുത്തത് AV³ ρ എന്ന ടേമിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ A എന്നത് ഏരിയ ആണ്. ഏരിയയുടെ ഡയമെൻഷൻ ലെങ്ത് സ്ക്വയർ ഇൻറ്റു V എന്നത് വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1. V³ ആയതുകൊണ്ട് LT⁻⁻1 ഹോൾ ക്യൂബ് ഇൻറ്റു റോ എന്നത് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ML⁻⁻3. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു, L² ഇൻറ്റു ക്യൂബ് രണ്ട് ടേമുകൾക്കും കൊടുക്കുന്നു, L³ ഇൻറ്റു T⁻⁻3 ഇൻറ്റു ML⁻�3. L² L³ T⁻⁻3 ML⁻3 ML² T⁻⁻3. ഇപ്പോൾ AV³ ρ എന്ന ടേമിൻ്റെ ഡയമെൻഷൻ കിട്ടി, ML²T⁻⁻3. നമ്മുടെ ഇക്വേഷനിലെ എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ കണ്ടെത്തി. ആദ്യം പവറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ML²T⁻⁻3. അടുത്തത് FV ML²T⁻⁻3 പ്ലസ് AV³ ρ ML²T⁻⁻3. ഇവിടെ RHSൽ രണ്ട് ടേമുകളുണ്ട്. ഈ രണ്ട് ടേമുകൾക്കും ഒരേ ഡയമെൻഷൻ തന്നെയാണ്. ഇതേ ഡയമെൻഷൻ തന്നെയാണ് LHSനും. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റാണ്. അടുത്തതായി മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. ചെക്ക് ദ ഡയമെൻഷണൽ വാലിഡിറ്റി ഓഫ് ദ ഇക്വേഷൻ T = 2π√L/G. ഇവിടെ T എന്നത് ടൈം പീരീഡ് ആണ്, L എന്നത് ലെങ്ത്, G എന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത്. ആദ്യം LHSൻ്റെ ഡയമെൻഷൻ, LHS ടൈം ആണ്, അതുകൊണ്ട് T. അടുത്തത് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ L,
അടുത്തത് ജിയുടെ ഡയമെൻഷൻ ജി എന്നത് ആക്സലറേഷൻ ആണ്, എൽ ടി റേസ് ടു മൈനസ് 2. RHSന്റെ ഡയമെൻഷൻ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് 2π√L/G. ഇവിടെ 2π കോൺസ്റ്റന്റ് ആണ്, ഇതിന് ഡയമെൻഷൻ ഇല്ല. എല്ലിന്റെ ഡയമെൻഷൻ എൽ, ജിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് 2. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡയമെൻഷൻ ഓഫ് RHS ഈക്വൽ ടു √L/LT റേസ് ടു മൈനസ് 2. ഇവിടെ എൽ ക്യാൻസൽ ചെയ്ത് കളയുന്നു. ടി റേസ് ടു മൈനസ് 2 ന്യൂമറേറ്ററിലേക്ക് എടുക്കുന്നു. അത് ടി സ്ക്വയറായി മാറും. √T² ഈക്വൽ ടു ടി. RHSന്റെ ഡയമെൻഷൻ ടി ആണ്. നേരത്തെ LHSന്റെ ഡയമെൻഷനും ടി ആയിട്ട് കിട്ടി. LHSനും RHSനും ഒരേ ഡയമെൻഷൻ ആയതുകൊണ്ട് ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചെക്ക് ദ ഡയമെൻഷണൽ വാലിഡിറ്റി ഓഫ് ദ ഇക്വേഷൻ V ഈക്വൽ ടു √P/ρ. V എന്നത് വെലോസിറ്റി, P പ്രഷർ, റോ എന്നത് ഡെൻസിറ്റി. ആദ്യം LHSന്റെ ഡയമെൻഷൻ നോക്കാം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT റേസ് ടു മൈനസ് 1. RHSൽ ആദ്യം ഫോഴ്സിന്റെ ഡയമെൻഷൻ നോക്കാം. ഫോഴ്സ് എന്നത് MLT റേസ് ടു മൈനസ് 2 ആണ്. ഏരിയ എന്നത് L² ആണ്. പ്രഷർ എന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇവിടെ ഫോഴ്സിനും ഏരിയയ്ക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പ്രഷർ ഈക്വൽ ടു ഫോഴ്സിന്റെ ഡയമെൻഷൻ MLT റേസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ ഏരിയയുടെ ഡയമെൻഷൻ L². L² ന്യൂമറേറ്ററിലേക്ക് എടുക്കുന്നു. L റേസ് ടു മൈനസ് 2 ആകും. സിംപ്ലിഫൈ ചെയ്യുന്നു. ML ഇൻറ്റു L റേസ് ടു മൈനസ് 2 ഇൻറ്റു T റേസ് ടു മൈനസ് 2 ഈക്വൽ ടു L ഇൻറ്റു L റേസ് ടു മൈനസ് 2 L റേസ് ടു മൈനസ് 1 ML റേസ് ടു മൈനസ് 1 T റേസ് ടു മൈനസ് 2. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ, ഡെൻസിറ്റി എന്നത് മാസ് ബൈ വോള്യൂം ആണ്. അതുകൊണ്ട് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ഈക്വൽ ടു M/L³. L³ ന്യൂമറേറ്ററിലേക്ക് എടുക്കുന്നു. ML റേസ് ടു മൈനസ് 3. ഇക്വേഷനിൽ LHSന്റെ ഡയമെൻഷൻ ഈക്വൽ ടു വെലോസിറ്റി ആയതുകൊണ്ട് LT റേസ് ടു മൈനസ് 1. RHSലെ പ്രഷറിന്റെ ഡയമെൻഷൻ P ഈക്വൽ ടു ML റേസ് ടു മൈനസ് 1 T റേസ് ടു മൈനസ് 2. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ML റേസ് ടു മൈനസ് 3. പ്രഷറിനും ഡെൻസിറ്റിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. RHSന്റെ ഡയമെൻഷൻ ഈക്വൽ ടു √P/ρ. Pക്ക് പകരം ML റേസ് ടു മൈനസ് 1 T റേസ് ടു മൈനസ് 2. ഡെൻസിറ്റിക്ക് പകരം ML റേസ് ടു മൈനസ് 3. ഇവിടെ M ക്യാൻസൽ ചെയ്യുന്നു. L റേസ് ടു മൈനസ് 3 ന്യൂമറേറ്ററിലേക്ക് പോകുന്നു. L³ ആകും. സിംപ്ലിഫൈ ചെയ്യുന്നു. L റേസ് ടു മൈനസ് 1 ഇൻറ്റു L³ L² T റേസ് ടു മൈനസ് 2. ഇതിൻ്റെ റൂട്ട് എടുത്താൽ RHS ഈക്വൽ ടു LT റേസ് ടു മൈനസ് 1. നേരത്തെ LHSന്റെ ഡയമെൻഷൻ കിട്ടിയതും LT റേസ് ടു മൈനസ് 1 ആണ്. LHSനും RHSനും ഒരേ ഡയമെൻഷൻ ആയതുകൊണ്ട് ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ ആണ്. അടുത്ത അഞ്ചാമത്തെ പ്രോബ്ലം, ചെക്ക് ദ ഡയമെൻഷണൽ വാലിഡിറ്റി ഓഫ് ദ ഇക്വേഷൻ ½ mv² = mgh. ആദ്യം LHSന്റെ ഡയമെൻഷൻ നോക്കാം. ഹാഫ് എന്നത് കോൺസ്റ്റന്റ് ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല. m ഇൻറ്റു v². എമ്മിൻ്റെ ഡയമെൻഷൻ m. v² എന്നത് വെലോസിറ്റി സ്ക്വയർ ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT റേസ് ടു മൈനസ് 1² സിംപ്ലിഫൈ ചെയ്യുന്നു. സ്ക്വയർ ഈ രണ്ട് ടേമുകൾക്കും കൊടുക്കുന്നു. m ഇൻറ്റു L² T റേസ് ടു മൈനസ് 2 ML² T റേസ് ടു മൈനസ് 2. അടുത്ത RHSന്റെ ഡയമെൻഷൻ നോക്കാം. ആദ്യം മാസ് m ഇൻറ്റു g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതുകൊണ്ട് ആക്സലറേഷൻ്റെ ഡയമെൻഷൻ LT റേസ് ടു മൈനസ് 2 ഇൻറ്റു ഹൈറ്റ് എന്നത് ലെങ്ത് ആണ്. അതുകൊണ്ട് L. സിംപ്ലിഫൈ ചെയ്യുന്നു. ML² T റേസ് ടു മൈനസ് 2. L ഇൻറ്റു L വരുന്നത് കൊണ്ട് L² ML² T റേസ് ടു മൈനസ് 2. RHSന്റെ ഡയമെൻഷൻ ഇപ്പോൾ കിട്ടിയത് ML² T റേസ് ടു മൈനസ് 2 ആണ്. നേരത്തെ LHSന്റെ ഡയമെൻഷൻ കിട്ടിയതും ML² T റേസ് ടു മൈനസ് 2 ആണ്. അതുകൊണ്ട് LHSന്റെ ഡയമെൻഷൻ ഈക്വൽ ടു RHSന്റെ ഡയമെൻഷൻ. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ ആണ്. ആറാമത്തെ പ്രോബ്ലം, the van der Waals equation for a gas is P plus A by V² into V minus B equal to RT. Determine the dimensions of A and B, hence write the SI units of A and B. ഇത് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനിൽ എയുടെയും ബിയുടെയും ഡയമെൻഷൻ കണ്ടെത്തണം. അത് കൂടാതെ അവയുടെ SI യൂണിറ്റ് എന്താണെന്നും കണ്ടെത്തണം. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരുപോലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിൽ മാത്രമേ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പിയുടെ അതേ ഡയമെൻഷൻ തന്നെയായിരിക്കും A/V². ഇവിടെ P plus A/V² എന്നായതുകൊണ്ട് പിക്കും A/V² എന്ന ടേമിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കും. അതുപോലെ ഇവിടെ V മൈനസ് ബി ആണ്. വിക്കും ബിക്കും ഒരേ ഡയമെൻഷൻ ആയിരിക്കും. പിയുടെ അതേ ഡയമെൻഷൻ ആയിരിക്കും A/V² എന്ന ടേമിന്. അതുപോലെ
വി എന്ന ടേമിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും ബിക്ക്. അതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ക്ലൂ. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് പി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ബൈ വി സ്ക്വയർ. ഈ ഇക്വേഷനെ എ ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. എ ഈക്വൽ ടു പി ഇൻറ്റു വി സ്ക്വയർ. ഇവിടെ പി എന്നത് പ്രഷറാണ്. പ്രഷറിൻ്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഫോഴ്സ് ബൈ ഏരിയ ചെയ്താൽ മതി. ml⁻⁻1 t⁻². അതുപോലെ വോളിയത്തിൻ്റെ ഡയമെൻഷൻ L3. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കുന്നു. പിക്ക് പകരം പ്രഷറിൻ്റെ ഡയമെൻഷനായ ml⁻⁻1 t⁻² ഇൻറ്റു വിക്ക് പകരം L3 വി സ്ക്വയർ ആയതുകൊണ്ട് L3² സിംപ്ലിഫൈ ചെയ്യുന്നു. ml⁻⁻1 t⁻² ഇൻറ്റു L3² L6 ആകും. സിംപ്ലിഫൈ ചെയ്യുന്നു. L⁻⁻1 L6 L5 ml⁵ t⁻². ഇപ്പോൾ നമുക്ക് കിട്ടിയത് എ എന്ന ടേമിൻ്റെ ഡയമെൻഷനാണ് ml⁵ t⁻². ഈ ഡയമെൻഷനിൽ നിന്നും അതിൻ്റെ SI യൂണിറ്റ് എഴുതാം. എം എന്ന് കാണിക്കുന്നത് മാസാണ്. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം. എൽ എന്നത് ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ. L⁵ ആയതുകൊണ്ട് m/5. ടി എന്നത് ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്. t⁻² ആയതുകൊണ്ട് second⁻². അതുകൊണ്ട് എയുടെ SI യൂണിറ്റ്, എ എന്ന ടേമിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം m/5 second⁻² ആണ്. അടുത്തത് ബി എന്ന ടേമിൻ്റെ SI യൂണിറ്റ് കണ്ടുപിടിക്കാം. അതിനായി നേരത്തെ പറഞ്ഞതുപോലെ വിക്കും ബിക്കും ഒരേ ഡയമെൻഷൻ ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി. ഈ ഇക്വേഷൻ തിരിച്ചെഴുതിയിരിക്കുന്നു. ബി ഈക്വൽ ടു വി എന്നത് വോള്യമാണ്. വോള്യത്തിൻ്റെ ഡയമെൻഷൻ L3 ആയതുകൊണ്ട് എൽ എന്നത് ലെങ്ത് ആണ്. അതുകൊണ്ട് ബിയുടെ SI യൂണിറ്റ്, ലെങ്ത്തിൻ്റെ SI യൂണിറ്റായ മീറ്റർ, L3 വന്നതുകൊണ്ട് m3. അതുകൊണ്ട് ബി എന്ന ടേമിൻ്റെ SI യൂണിറ്റ് m3. അടുത്തത് ഏഴാമത്തെ പ്രോബ്ലം. If x equal to a plus bt plus ct square, where x is in meter and t is in second, determine the dimensions of a, b and c. Hence write the SI units of a, b and c. ഇവിടെ ക്വസ്റ്റ്യനിൽ എക്സ് മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ് ലെങ്ത് ആണ്, ടി ടൈം ആണ്. എ ബി സി ഇവ കണ്ടുപിടിക്കണം. ഇവയുടെ ഡയമെൻഷനും അതിൽ നിന്ന് അതിൻ്റെ SI യൂണിറ്റും കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടതുപോലെ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് 3 ടേമുകളാണുള്ളത്. എ ബി ടി സി ടി സ്ക്വയർ. എക്സിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും എക്കും, എക്സിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും ബി ടിക്ക്, എക്സിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും സി ടി സ്ക്വയർ എന്ന ടേമിന്. അതായത് LHSൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും RHSൽ വരുന്ന ഓരോ ടേമുകൾക്കും. അതുകൊണ്ടാണ് എക്സ് ഈക്വൽ ടു എ എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എക്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. എക്സ് മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ലെങ്ത് ആണ്. അതുകൊണ്ട് എക്സിൻ്റെ ഡയമെൻഷൻ L എന്ന് എഴുതുന്നു. ഇതിൽ നിന്നും എയുടെ SI യൂണിറ്റ് ലെങ്ത് ആയതുകൊണ്ട് എയുടെ SI യൂണിറ്റ് ലെങ്ത്തിൻ്റെ SI യൂണിറ്റായ മീറ്റർ ആയിരിക്കും. SI യൂണിറ്റ് ഓഫ് എ ഈസ് മീറ്റർ. അടുത്തതായി എക്സിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും RHSലെ രണ്ടാമത്തെ ടേമായ ബി ടിക്ക്. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി, ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി. ഇതിൽ എക്സിൻ്റെ ഡയമെൻഷൻ കൊടുക്കുന്നു. എക്സ് എന്നത് ലെങ്ത് ആണ്. L ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ ടി. ഈ ഇക്വേഷനെ ബി ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ബി ഈക്വൽ ടു L ബൈ ടി. ബി ഈക്വൽ ടു L ബൈ ടി. ടി ന്യൂമറേറ്ററിലേക്ക് എടുക്കുന്നു. LT⁻⁻1 LT⁻⁻1. അതുകൊണ്ട് ബിയുടെ SI യൂണിറ്റ് ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ, T⁻⁻1 ആയതുകൊണ്ട് second⁻⁻1 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ബിയുടെ SI യൂണിറ്റ്. നേരത്തെ നമ്മൾ എടുത്തതുപോലെ എക്സിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും എക്ക്, എക്സിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും ബി ടി എന്ന ടേമിന്. അതുപോലെ എക്സിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും സി ടി സ്ക്വയർ എന്ന ടേമിന്. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ടി സ്ക്വയർ, ഡയമെൻഷൻ ഓഫ് സി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ. എക്സ് മീറ്ററിൽ ആണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് എക്സിന് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ കൊടുക്കുന്നു L ഈക്വൽ ടു സി ഇൻറ്റു ടി എന്നത് ടൈം ആണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ടൈമിൻ്റെ ഡയമെൻഷൻ ടി സ്ക്വയർ. ഇക്വേഷനെ സി ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. സി ഈക്വൽ ടു L ബൈ ടി സ്ക്വയർ. ടി സ്ക്വയർ ന്യൂമറേറ്ററിലേക്ക് എടുക്കുന്നു. സി ഈക്വൽ ടു LT⁻². ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ഇൻറ്റു ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്. T⁻² ആയതുകൊണ്ട് second⁻². അതുകൊണ്ട് സി എന്ന ടേമിൻ്റെ
SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും.